രാത്രിയിൽ വലിയൊരു ഇടിയുടെ ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്ന വോജുവും മെറിയും ഒരുപോലെ എണീക്കുകയാണ്. അങ്ങനെയിരിക്കെ വോജുവും ഇപ്പോൾ മെറിക്ക് മെസ്സേജ് അയക്കുന്നു. ഇടിമിന്നലിന്റെ ശബ്ദമൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നത് കൊണ്ടാണ് താൻ എണീറ്റിട്ടുണ്ടായിരുന്നതെന്ന് മേറി പറഞ്ഞത് കൊണ്ട് തന്നെ ഇപ്പോൾ ബോജുവും നല്ലൊരു സോങ് ഒക്കെ അവൾക്ക് അയച്ചു കൊടുക്കുന്നു. രണ്ടുപേരും ആ ഒരു സോങ് കേട്ടിട്ടായിരുന്നു കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇനി പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും സാധാരണഗതിക്ക് അവർ ഒന്നിച്ചു വന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ സെക്രട്ടറിനെ കാണിക്കുവാനായിട്ട് ഒരേപോലത്തെ ഡ്രസ്സ് കേട്ടിട്ട് അവർ രണ്ടുപേരും സെക്രട്ടറിയുടെ മുമ്പിൽ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാനായിട്ട് തീരുമാനിക്കുന്നു. അങ്ങനെ ഇരിക്കെ സെക്രട്ടറി ഫുഡ് കഴിക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്ന അവരും സെക്രട്ടറിയുടെ അടുത്തായിട്ട് പോയിരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇപ്പോൾ സെക്രട്ടറിയും പെട്ടെന്ന് അത്യാവശ്യമൊക്കെ ആയിട്ട് അവിടെ നിന്നും പോവുകയാണ്. എന്തായാലും അവർ അന്നത്തെ ദിവസം അവിടെയാണ് കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നതെന്നെല്ലാം തന്നെ സെക്രട്ടറി മനസ്സിലാക്കുമല്ലോ. സോ അവരുടെ അടുത്ത് സംശയമൊന്നും തോന്നുകയില്ലല്ലോ എന്ന സന്തോഷത്തിൽ അവരും ഇരിക്കുന്നു. ഇപ്പോൾ ജിൻകുങ്ങും അലാറവും ഒക്കെ കേട്ട് എണീക്കുകയാണ്. പക്ഷെ അപ്പോളായിരുന്നു അവൾ ഉണ്ടായിരുന്നത് സെക്രട്ടറിയുടെ വീട്ടിലാണെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. കൂടാതെ അവൾ ഇട്ടിട്ടുണ്ടായിരുന്നത് സെക്രട്ടറിയുടെ ഡ്രസ്സുമായിരുന്നു. ഇന്നലെ ഒരുപാട് മദ്യപിച്ചിട്ടുണ്ടായിരുന്ന അവളെ സെക്രട്ടറിയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നു. പിന്നീട് അവൾ സെക്രട്ടറിനെ ഒരുപാട് ഉപദ്രവിക്കുന്നൊക്കെയുണ്ട്. ഏറ്റവും ഒടുവിലായിട്ട് അവൾ അവളുടെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുവാനായിട്ട് തുടങ്ങുന്നുണ്ടെങ്കിലും സെക്രട്ടറിയും നിർബന്ധിച്ച് അവളെ കൊണ്ട് ഡ്രസ്സൊക്കെ ഇടിയിക്കുകയും ഏറ്റവും ഒടുവിലായിട്ട് എങ്ങനെയെങ്കിലും അവളൊന്ന് പിടിച്ചു നിർത്തുവാനായിട്ടൊക്കെ ശ്രമിക്കുമ്പോഴത്തേക്കും അവരൊന്നിച്ച് സോഫയിലേക്ക് വീഴുന്നു. അങ്ങനെ അവർ പരസ്പരം നോക്കി നിൽക്കുന്നുണ്ടെങ്കിൽ പോലും ഒരുപാട് മദ്യമൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്ന അവൾക്കും ഛർദ്ദിക്കുവാനൊക്കെ തോന്നുകയും പിന്നീട് സെക്രട്ടറി അവളെ ബാത്റൂമിലൊക്കെ ആക്കി കഥക് അടയ്ക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇപ്പോൾ അവൾ എണീറ്റ് അവിടെ നിന്നും പുറത്തേക്ക് കടക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്ക് സെക്രട്ടറി വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന അവളും ഉറങ്ങുന്നതായിട്ടൊക്കെ അഭിനയിച്ച് കിടക്കുന്നു. സെക്രട്ടറിക്കും അവൾ അഭിനയിക്കുന്നതാണെന്ന് മനസ്സിലാകുന്നുണ്ട്. സെക്രട്ടറിയും അവൾക്ക് വേണ്ടി മേടിച്ച ഫുഡ് എല്ലാം തന്നെ അവൾക്ക് നൽകിയിട്ട് അവിടെ നിന്നും പോകുന്നു. ഇപ്പോൾ മറിയം പൂജവും ഒന്നിച്ച് നടന്നു വരുമ്പോഴത്തേക്കും അവിടെ ഒരു സെലിബ്രിറ്റി ഇരിക്കുന്നതൊക്കെ അവർ കാണിക്കാണ്. ഫെൻസിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തി ആയിരുന്നു അത്. അങ്ങനെ ഇരിക്കെ മെറി അയാളുടെ വലിയൊരു ഫാൻ ആയതുകൊണ്ട് തന്നെ മെറി ഓടിച്ചെന്നിട്ട് അയാളുമായിട്ട് സംസാരിക്കുന്നു. സോ മെറിക്ക് ഒരു ഓട്ടോഗ്രാഫ് വേണമെന്ന് പറയുമ്പോഴത്തേക്കും അയാളും തന്റെ കയ്യിലുണ്ടായിരുന്ന പെന്നൊക്കെ എടുക്കുന്നുണ്ട്. കൂടാതെ അവളും അവളുടെ ഡ്രസ്സൊക്കെ കാണിച്ചു കൊടുക്കുമ്പോഴത്തേക്കും അവളുടെ ഡ്രസ്സിൽ വേണ്ട, തന്റെ ഡ്രസ്സിൽ സൈൻ ചെയ്ത് തന്നാൽ മതിയെന്ന് പറഞ്ഞ് വൂജു മുന്നിൽ കയറി നിൽക്കുന്നു. സോ ഇപ്പോൾ സെലിബ്രിറ്റിയും വൂജുവിന്റെ ഷർട്ടിലായിട്ടൊക്കെ സൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ഓട്ടോഗ്രാഫ് ഒക്കെ കിട്ടിയത് കൊണ്ട് തന്നെ അയാളുടെ ശല്യമൊക്കെ തീർന്നു എന്നായിരുന്നു ഊജു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അയാളെ നേരിട്ട് കണ്ടതുകൊണ്ട് തന്നെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന ഫോൺ ഊജുവിനെ ഏൽപ്പിക്കുകയായിരുന്നു മറിയും. അങ്ങനെ ഇരിക്കെ മറിയും അയാളും ഒന്നിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി നല്ല രീതിക്ക് ഒന്നും തന്നെ ഫോട്ടോ എടുക്കുവാനായിട്ട് ഊജുവും ശ്രമിക്കുന്നില്ല. ജിൻകിങ്ങും വേഗം തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സെക്രട്ടറിയുടെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അങ്ങനെ ഇരിക്കെ വൂജു എടുത്തു കൊടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസ് ഒക്കെ നോക്കിയതിനു ശേഷം ആ ഫോട്ടോയിൽ ഒന്നും തന്നെ ലൈറ്റിംഗ് ശരിയായിട്ടില്ല എന്ന് മറിയും പറയുന്നുണ്ട്. സോ മനഃപൂർവ്വമായിരുന്നോ വൂജു ഇങ്ങനത്തെ ഫോട്ടോസ് ഒക്കെ എടുത്തു തന്നിട്ടുണ്ടായിരുന്നെന്ന് അവളും ചോദിക്കുന്നു. എന്തായാലും ബൂജു ചെയ്തത് ശരിയായില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറിയും പിണങ്ങി നടക്കുന്നു. ബൂജുവും അവളുടെ പിന്നാലായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അവരും നേരെ ജിൻകുങ്ങിന് മുമ്പിലാണ് ചെന്ന് പെടുന്നത്. അവരെ രണ്ടുപേരും അവിടെ ഒന്നിച്ച് ഒരേപോലത്തെ ഡ്രസ്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ജിൻകിങ്ങിന് സംശയം തോന്നി ശരിക്കും നടന്ന കാര്യങ്ങളെക്കുറിച്ച് എല്ലാം തന്നെ അന്വേഷിക്കുന്നു. അങ്ങനെ ഇരിക്കെയാണ് വൂജുവും എല്ലാ കാര്യങ്ങളും അവളോട് തുറന്നു പറയുന്നത്. നീ എത്ര വലിയ തെറ്റാണ് ചെയ്തതെന്ന് നിനക്കറിയാമോ? നിന്റെ മുത്തശ്ശിയെങ്ങാനും ഇത് അറിയിക്കുകയാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? കൂടാതെ നീയും ഇപ്പോൾ ഒരു കൂട്ടുപ്രതിയായി മാറിയിരിക്കുകയാണ്. ഒരിക്കലും നീ മെറീനെ സപ്പോർട്ട് ചെയ്ത് ഈ ഒരു കാര്യം ഒന്നും തന്നെ ചെയ്യുവാനായിട്ട് പാടില്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജിൻകുങ്ങും അവനെ ഉപദേശിക്കുന്നു. മുത്തശ്ശിയുടെ സെക്രട്ടറിയും നേരത്തെ കിട്ടിയിട്ടുണ്ടായിരുന്ന ഫയലുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ അവരുടെ അഡ്വക്കേറ്റിനെ കോൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അഡ്വക്കേറ്റ് ആകട്ടെ അങ്കിളിന്റെ കൂടെ നിന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളും ഒരു പ്രശ്നങ്ങളും ഇല്ല എന്നും എല്ലാ കോൺട്രാക്റ്റും ശരിയായിട്ട് തന്നെ ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നെന്നും പറയുന്നു. ജിൻകുങ്ങു ഇപ്പോൾ മെറീനെ വിളിച്ചു വരുത്തിയിരിക്കുന്നു. അങ്ങനെയിരിക്കെ ഇപ്പോൾ നടക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും നീയായിട്ട് തന്നെ ബൂജിനെ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട്. എങ്ങാനും ഇതൊക്കെ പുറത്തറിയിക്കുകയാണെങ്കിൽ എല്ലാവരും കൂടി പിന്നീട് വൂജുവിനെ കുറിച്ച് ആയിരിക്കും ഡിസ്കസ് ചെയ്യുക. അല്ലെങ്കിൽ തന്നെ വൂജുവിന് ഒരു കമ്പനി നോക്കി നടത്തേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് ഇങ്ങനത്തെ പ്രശ്നമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ അത് അവന്റെ കരിയറിനെ തന്നെ ബാധിക്കുമെന്ന രീതിക്ക് ജിൻകുങ്ങ് സംസാരിക്കുമ്പോഴത്തേക്കുമായിരുന്നു മെറിയും എന്താണ് കാര്യമെന്ന് അറിയാത്ത ഒരു രീതിക്കൊക്കെ അവളെയും നോക്കുന്നത്. അങ്ങനെ ഇരിക്കെയാണ് മെറിക്കും ഇതൊന്നും തന്നെ അറിയിക്കയില്ല എന്ന കാര്യം ജിൻകുങ്ങും മനസ്സിലാക്കുന്നത്. എങ്കിൽ പോലും നീ ഇപ്പോൾ വർക്കൊക്കെ ചെയ്യുന്ന ആ ഒരു കമ്പനിയില്ലേ, ആ കമ്പനിയുടെ തന്നെ
ചെയർവുമന്റെ കൊച്ചുമോനാണ് ഈ ഒരു വൂജു എന്ന സത്യം ചിനിക്കുങ്ങും അവളെ അറിയിക്കുന്നത്. അങ്ങനിരിക്കെ അവനെങ്ങാനും ഈ ഒരു കാര്യമൊക്കെ എന്നോട് പറയുകയായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അവനെ ഞാൻ ഇതിലൊന്നും തന്നെ ഇടപെടുത്തുകയില്ലായിരുന്നു എന്നൊക്കെ മെറി പറയുമ്പോഴത്തേക്കും അവൻ ഒരിക്കലും നിന്റെ അടുത്ത് നോ പറയുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊരു കാര്യം കൂടി ചിനിക്കുങ് അറിയിക്കുന്നു. അതായത് കുട്ടിക്കാലത്ത് അവൻ അപകടമൊക്കെ സംഭവിച്ച സമയത്ത് അവനെ രക്ഷിച്ചിട്ടുണ്ടായിരുന്നത് നിന്റെ അച്ഛനായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ എപ്പോഴും നിന്നോട് കടപ്പെട്ടിരിക്കും. നിനക്കും എങ്ങനെയാണ് സഹായം ചെയ്യേണ്ടതെന്നൊക്കെ നോക്കിക്കൊണ്ടാണ് അവൻ നടക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഒരിക്കലും നിന്നെ ഒരു പ്രശ്നത്തിലാക്കിയിട്ട് അവൻ പോവുകയില്ല എന്നും അവന് പറയുവാനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് അവന് പകരമായിട്ട് ഞാൻ ഇതെല്ലാം തന്നെ തുറന്ന് പറയുന്നതെന്നും എല്ലാം തന്നെ ഇപ്പോൾ ചിൻകുങ്ങും അവളെ അറിയിക്കുകയാണ്. സോ ഇപ്പോൾ മെറിയും ആകെ വിഷമിച്ചു പോകുന്നു. വൂജുവിന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ടായിരുന്ന മിസു എന്ന ആ ഒരു പെൺകുട്ടി താൻ തന്നെയാണെന്നുള്ള സത്യമൊക്കെ ഇപ്പോൾ മെറിയും മനസ്സിലാക്കുകയാണ്. എന്തായാലും അവൾ നാട്ടിലേക്കും പുറപ്പെടുന്നു. അങ്ങനെയിരിക്കെ ചിൻകുങ്ങിനെ കാണുവാനായിട്ട് വൂജുവും ഇപ്പോൾ എത്തുകയാണ്. അങ്ങനെ വൂജു വന്ന് കഴിയുമ്പോഴത്തേക്കും ഞാൻ മെറിയോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ചിൻകുങ് അവനെ അറിയിക്കുകയും അവൻ അപ്പോൾ തന്നെ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. അവൻ ഒരുപാട് തവണ മെറീനെ കോൾ ചെയ്യുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും മെറി കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ നാട്ടിലെത്തിയിട്ടുണ്ടായിരുന്ന മെറീനെ കാണിക്കുന്നു. അവളും കുറച്ച് മൂഡ് ഓഫ് ആയിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇരിക്കെ അമ്മയും അവളോട് സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം അവളും ഇപ്പോൾ ഡോഗിനെയുമായിട്ട് നടക്കുവാനായിട്ട് പോകുന്നു. ഈ ഒരു സമയത്തെല്ലാം തന്നെ അവളുടെ ഫോണും റിങ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവള് ഫോൺ എടുക്കാതെയായിരുന്നു നടന്നു പോയിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ അവളുടെ മുമ്പിലായിട്ട് വൂജുവും വന്ന് നിൽക്കുകയാണ്. ജിൻകുങ് നിന്നോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞല്ലേ, നിനക്ക് എന്നോട് എന്തെങ്കിലും ചോദിക്കുവാനായിട്ടുണ്ടോ എന്ന് വൂജു അവളോട് ചോദിക്കുമ്പോഴത്തേക്കും പണ്ട് ഞാൻ നിനക്ക് തന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ടോയ് ഇപ്പോഴും നിന്റെ കയ്യിലുണ്ടോ എന്നൊരു ചോദ്യമൊക്കെ അവളും ചോദിക്കുന്നു. അവനും ഉണ്ടെന്ന് മറുപടി കൊടുക്കുന്നു. നീ നിന്റെ ഡയറിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്ന മിസു, അതായത് മിസ്റ്ററി ഗേൾ, അത് ഞാനായിരുന്നു എന്ന ചോദ്യം അവൾ ചോദിക്കുമ്പോഴത്തേക്കും അവൻ അതേ എന്ന മറുപടി കൊടുക്കുന്നു. എന്റെ അച്ഛൻ മരണപ്പെട്ടതിൽ ഞാൻ ഒരിക്കലും നിന്നെയോ നിന്റെ ഫാമിലിനെയോ കുറ്റപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. ശരിക്കും എന്റെ അച്ഛൻ ജീവിച്ചിരുന്ന കാലത്തെല്ലാം തന്നെ എന്നെ ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നീയും അതൊന്നും തന്നെ ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് മെറിയും അവനോടായിട്ട് പറയുകയാണ്. ജിൻകുങ് എന്നോട് എല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയും സഹതാപത്തെ കുറിച്ച് ഓർത്ത് ഒന്നും തന്നെ നീ എന്നെ ഹെൽപ്പ് ചെയ്യേണ്ടതില്ല എന്ന് അവൾ പറയുമ്പോഴത്തേക്കും എനിക്ക് ഒരിക്കലും നിന്റെ അടുത്ത് സഹതാപം തോന്നിയിട്ടുണ്ടായിരുന്നില്ല, മറിച്ച് പ്രണയമായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. ഞാനത് തുറന്നു പറയുകയും ചെയ്തു. ഞാൻ എന്നെ സഹായിച്ചതെല്ലാം തന്നെ എന്റെ ഉള്ളിലുണ്ടായിരുന്ന പ്രണയം കാരണമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി നീ എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നിന്റെ ഒപ്പം തന്നെ ഞാനും ഉണ്ടായിരിക്കുമെന്ന് വൂജുവും പറയുകയാണ്. അതിനുശേഷം അവരും കിസ് ചെയ്യുന്നു. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. വുഡ് യു മാരി മീയുടെ 8ാമത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോഴത്തേക്കും മെറിയുടെ അമ്മയും നേരത്തെ മെറി ധൃതിയിൽ ഡോഗിനെ തിരിച്ചു കൊണ്ടുവരികയും പെട്ടെന്ന് തന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തന്നെ കാണുവാനായിട്ട് ടീം ലീഡ് എത്തിയിട്ടുണ്ടെന്നും സോ ടീം ലീഡിന്റെ ഒപ്പം പോവുകയാണെന്നും പറഞ്ഞ് പോയിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ ഓർക്കുകയാണ്. ആദ്യം അവർ വരുവാനായിട്ട് എന്തുകൊണ്ടായിരിക്കും വൈകുന്നതെന്നൊക്കെ അമ്മ വിചാരിക്കുന്നുണ്ടെങ്കിൽ പോലും ഇനിയിപ്പോൾ വീട്ടിൽ വന്നില്ലെങ്കിലും കുഴപ്പമില്ല, അവർ ഹാപ്പി ആയിട്ടൊക്കെ ഇരുന്നോട്ടെ എന്നും അമ്മ ഓർക്കുന്നു. ഇപ്പോൾ മെറിയും വൂച്ചും ഒന്നിച്ച് കൈപിടിച്ച് നടന്നു വരികയാണ്. അങ്ങനെ ഇരിക്കെ എന്റെ പേരൻസിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതിന്റെ പിറ്റേ ദിവസം തന്നെ അവർ മരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് പണ്ട് നടന്ന കാര്യങ്ങളെക്കുറിച്ച് അവനും പറയുന്നു. അന്ന് അവനെ നോക്കിയത് കൊണ്ടാണ് പേരൻസിന് അപകടം ഉണ്ടായതെന്ന് അവൻ മുത്തശ്ശിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അപ്പോൾ തൊട്ട് മുത്തശ്ശന് അവനെ ഇഷ്ടമുണ്ടായിരുന്നില്ല. അവനോട് മിണ്ടാതെ അവനെ നോക്കാതെയൊക്കെയായിരുന്നു മുത്തശ്ശനും പെരുമാറിയിട്ടുണ്ടായിരുന്നത്. മുത്തശ്ശന്റെ മകനും മകന്റെ വൈഫും മരിച്ചതിനുള്ള കാരണക്കാരൻ വൂച്ചു ആയതുകൊണ്ട് തന്നെ വൂച്ചിനെ കാണുവാനായിട്ട് താല്പര്യമില്ലാത്ത മുത്തശ്ശനും ഇപ്പോൾ അവനെ യുഎസിലേക്കൊക്കെ പറഞ്ഞു വിടുകയാണ്. അങ്ങനെ യുഎസിൽ പഠിച്ചിട്ടുണ്ടായിരുന്ന അവനും ഒറ്റയ്ക്ക് കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യുവാനായിട്ടും പഠിച്ചു. വൂച്ചും ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറയുമ്പോഴത്തേക്കും നീ എന്തുകൊണ്ടാണ് ഒരിക്കൽ പോലും എന്നെ കാണുവാനായിട്ട് വരാതിരുന്നതെന്നുള്ള ഒരു ചോദ്യം മറിയും അവനോടായിട്ട് ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെ താൻ കാണുവാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്നൊക്കെ വൂച്ചുവും തുറന്നു പറയുകയാണ്. അന്ന് ജ്യൂസിന്റെ ഒരു പാക്കറ്റൊക്കെ അവിടെ വെച്ചിട്ടായിരുന്നു താൻ പോയിട്ടുണ്ടായിരുന്നെന്ന് അവൻ പറയുമ്പോഴത്തേക്കും അവളും അച്ഛന്റെ ഡെത്ത് ആനിവേഴ്സറിയുടെ അന്ന് ആ ഒരു ജ്യൂസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നതിനെ കുറിച്ചൊക്കെ ഓർത്തെടുക്കുന്നു. അന്ന് അവളും അവനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അത് അവനായിരുന്നു എന്ന സത്യം എല്ലാം തന്നെ അവൾ മനസ്സിലാക്കുന്നത്. കൂടാതെ അന്ന് ആദ്യം അമ്മ വൂച്ചിന്റെ ഫാമിലിനെയൊക്കെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും പിന്നീട് തന്റെ ഹസ്ബൻഡ് മരിക്കുവാനുള്ള കാരണക്കാര് അവരല്ല എന്നും ഹസ്ബൻഡ് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനായിട്ടായിരുന്നു ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്നും എല്ലാം തന്നെ പറഞ്ഞിട്ട് ഹാപ്പി ആയിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. സോ അമ്മയ്ക്കും നിന്റെ അടുത്ത് ഒരു രീതിക്കുള്ള ദേഷ്യവും ഇല്ല എന്ന് മെറിയും പറയുന്നു.